കാലങ്ങളോളം കത്താതെ കിടന്ന കുന്നുംപുറം ടൗണിലെ ഹൈമാസ്റ്റ് ആറ്റുനോറ്റ് നന്നാക്കിയപ്പോൾ ദാ കിടക്കണ അതിന്റെ ബേസ് പാനലിൽ നിലത്ത്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നത് കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമെന്നും വെള്ളം കയറിയാൽ അത് കേടുവരുമെന്നും അതിലുപരി വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്നുള്ള കാര്യം ഹൈമാസ്റ്റ് നന്നാക്കിയ ആളുകൾക്ക് അറിയാഞ്ഞിട്ടാണോ, അവരുടെ ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടാണോ, ഇനി അതല്ല അവരുടെ കോൺട്രാക്റ്റിൽ ഇത് ഇല്ലാഞ്ഞിട്ടാണോ എന്നുള്ളത് ഞമ്മക്കറിയില്ല. എന്തായാലും സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തിക്കണ്. അപകട സാധ്യത മുന്നിൽ കണ്ട് ഇഞ്ഞിപ്പാരും നമ്മൾ കാത്തിക്കണ്ട, ഞമ്മക്കെന്നെ അങ്ങോട്ട് നന്നാക്കാന്നും പറഞ്ഞ് കുന്നമ്പുറത്തെ കുറച്ച് ചുണക്കുട്ടികൾ വീണ് കിടക്കുന്ന ബേസ് പാനിൽ കുത്തനെ നിർത്തി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഒരുങ്ങിക്കണ്. കാരണം മണ്ടിപ്പാഞ്ഞു ചെന്ന് കംപ്ലൈന്റ് പറയാൻ അധികാരത്തിലുള്ള ഒരു മെമ്പറോ ഭരണസമിതിയോ ഇല്ലല്ല ഒരു പഞ്ചായത്തിലും. എല്ലാവരും ഭരണത്തിനും അധികാരത്തിനുള്ള കടിപിടിയിലും മത്സരത്തിന്റെ തിരക്കിലും അല്ലേ. പക്ഷെ ഈ തിരക്കിനൊക്കെ ഇടയിലും മഴയാണെന്നുള്ള കാര്യം ചിലർക്കൊക്കെ ഓർമ്മയുണ്ട്. കാരണം നാട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ പല റോഡും പൈസ പാസ്സായിട്ടും എന്താ നന്നാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം മഴയല്ലേ, മൺസൂൺ കാലം കഴിഞ്ഞാൽ ഉടനെ നന്നാക്കുന്ന പറഞ്ഞത്. വരാൻ സാധ്യതയുള്ള അപകടവും നഷ്ടവും മുന്നിൽ കണ്ട് ഇത് നന്നാക്കാൻ മുന്നിട്ടിറങ്ങിയ ഈ യുവാക്കൾക്ക് നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും കമന്റും കൊടുത്താളി. എന്തായാലും ഇതും പറഞ്ഞ് ഇവർ വോട്ട് ചോദിച്ചു വരൂല. ഈ ഒരു പണി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഉണ്ട്, എമ്പാടുണ്ട്. കാരണം അയിമന്ന് ഷോക്ക് അടിച്ചാണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റി വെക്കണം. അപ്പൊ പറയും നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് അതൊന്ന് നേരാക്കി വെച്ചൂടേനോന്ന്. ഇനിയിപ്പോ മഴ കൊണ്ട് വെള്ളം കയറി അത് ഷോർട്ടായി ഐമാസ്റ്റിലേറ്റ് കേടെന്നാലും ഇതന്നെയാണ് ചോദിക്കുക. കോൺക്രീറ്റ് ഇട്ടാണ്ട് ഉറപ്പിച്ചപ്പോ അത് നിൽക്കണ നൃത്തം കണ്ടാണ് എന്താ ഉസിര്. ഇതൊക്കെ കണ്ടപ്പോ തൊട്ടടുത്തുള്ള മുബാറക്കൂൾ ബാറിലെ മുതലാളിക്ക് ഞങ്ങളൊന്ന് സന്തോഷിപ്പിക്കാൻ ഒരു പൂതി, നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് ജ്യൂസും ഷവർമാ റോളും തന്ന്. അത് നമുക്ക് പെരുത്ത് സന്തോഷായി. ഈ ഒരു കോൺക്രീറ്റിന് ചിലവായ തുക 1,10,000 എങ്ങനെയെന്നൊന്നും ചോദിക്കരുത്, കാരണം കഥയിൽ ചോദ്യമില്ല. എന്നാ ആയിക്കോട്ടെ.